2023 റിലീസായ മൈ ഹാപ്പി മാരേജ് എന്ന ഒരു കഥയാണ് കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് 1868 കാലഘട്ടത്തിലാണ്. ആ ഒരു സമയത്ത് ദൈവം നേരിട്ട് അനുഗ്രഹിച്ച ചില സ്പെഷ്യൽ പവേഴ്സ് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു. ആ ഒരു ആളുകളെ ഒന്നിച്ച് ഗ്രേറ്റ് ജനറേഷൻ ഫാമിലി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ ഒരു ഗ്രേറ്റ് ജനറേഷനിൽ പെട്ട ആളുകളിൽ ഓരോരുത്തർക്കും ഡിഫറെന്റ് പവേഴ്സ് ഉണ്ട്. ഫ്യൂച്ചർ ജനറേഷൻ, ഫയർ ജനറേഷൻ, വിൻഡ് ജനറേഷൻ, വാട്ടർ ജനറേഷൻ എന്നിങ്ങനെ വ്യത്യസ്തമായ പവറുകളാണ് ആ ഓരോ ഗ്രൂപ്പിൽ പെട്ടവർക്കും ഉള്ളത്. ആ കൂട്ടത്തിലെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് സൈമോറി ജനറേഷൻ. ആരാണവർ, അവർക്ക് എന്ത് പവറാണുള്ളത് എന്നതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓരോ പവർ ജനറേഷനുകളിൽ പെട്ട ആളുകളും പരസ്പരം വിവാഹം കഴിക്കാറുണ്ട്. ഇവരെ പോലെ പവർ ഇല്ലാത്ത സാധാരണ ഒരു മനുഷ്യനുമായി ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ വിവാഹം അങ്ങനെ കഴിപ്പിക്കാറില്ല. അതുപോലെ തന്നെ കൗതുകമുള്ള ഒരു കാര്യമാണ്, ഈ ഒരു ഗ്രേറ്റ് പവർ ജനറേഷനിൽ പെട്ട ആര് മരിച്ചാലും അവരെ സംസ്കരിക്കാനായി തനിയെ ഒരു സ്ഥലമുണ്ട്. അവിടെ സാധാരണ മനുഷ്യരെ സംസ്കരിക്കാറോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ആകട്ടെ സാധാരണ മനുഷ്യരെ പോലെ കുഴിച്ചിടുകയോ കത്തിച്ചു കളയുകയോ അല്ല ചെയ്യുന്നത്. ഇത്തരം പവറുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ തുണിയിൽ പൊതിഞ്ഞ് ഇത് ഇങ്ങനെ ഉത്തരത്തിന്ന് തലകീഴായി തൂക്കിയിടും. കൂടാതെ ഈ ഒരു ആളുകളെ ഈ ഒരു ഗ്രേവ് യാർഡിന് ചുറ്റും എന്തോ ഒരു മാജിക്കൽ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് അങ്ങനെ ആർക്കും പെട്ടെന്ന് അകത്തേക്കോ അല്ലെങ്കിൽ അകത്തു നിന്ന് എന്തിനെങ്കിലും പുറത്തേക്കോ കൊണ്ടുപോകാനൊന്നും സാധാരണ സാധിക്കുന്ന കാര്യമല്ല. ഇത്രയുമാണ് ഈ കഥയിൽ നമ്മൾ കഥ കേട്ടു തുടങ്ങുന്നതിന് മുന്നേ ബേസിക് ആയി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ കഥ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത്, മുന്നേ പറഞ്ഞ ആ പവറുള്ള ആളുകളെ അടക്കുന്ന ആ ഒരു ശ്മശാനത്തില് ഒരാൾ എത്തുകയും അയാൾ എന്തോ ഒരു പ്രത്യേക മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതുമാണ്. ആ ഒരു സമയം മുകളിൽ തൂക്കിയിട്ടിരുന്ന 2-3 ജഡങ്ങൾ താഴേക്ക് നീണ്ടു വരികയും അത് പെട്ടെന്ന് ഒരു പൂ പോലെ വിരിഞ്ഞ് അതിൽ നിന്ന് എന്തൊക്കെയോ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ കഥാനായികയായ മിയോയുടെ ശബ്ദമാണ്. മിയോയുടെ അമ്മ സൈമോറി എന്ന വംശത്തിൽപ്പെട്ട ആളാണെങ്കിൽ അച്ഛൻ വിൻഡ് ജനറേഷനിൽ പെട്ട ആളാണ്. ഇവർ രണ്ടുപേരും പ്രേമിച്ച് വിവാഹം കഴിച്ചതല്ല, പക്ഷെ കുടുംബക്കാരുടെ താല്പര്യാർത്ഥം ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പറഞ്ഞത് കേട്ട് വിവാഹം കഴിക്കേണ്ടി വന്നു. പക്ഷെ മിയോ ജനിച്ച് അധികം വൈകാതെ അവളുടെ അമ്മ മരണപ്പെട്ട ശേഷം അച്ഛൻ അദ്ദേഹത്തിന്റെ ലവർ ആയിരുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. അവരും അച്ഛനെ പോലെ തന്നെ വിൻഡ് ജനറേഷനിൽ പെട്ട ഒരാളാണ്. ആ ഒരു ബന്ധത്തിൽ അവർക്കൊരു കുട്ടിയും കൂടി ഉണ്ടായി. പക്ഷെ ഇന്ന് വരെ തന്നെ ഒരു സഹോദരിയായി പോലും തന്റെ സ്റ്റെപ്പ് സിസ്റ്റർ പരിഗണിച്ചിട്ടേ ഇല്ല എന്നോർക്കുന്നവൾ അവളുടെ ജീവിതം എത്രത്തോളം സങ്കടകരമാണ് എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. മിയോയ്ക്ക് ഇപ്പൊ ഏകദേശം 19 വയസ്സുണ്ട്. അതിലും വലിയ കൗതുകം മിയോയ്ക്ക് യാതൊരുവിധ പവറും ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അവളെ ഒരു വേലക്കാരിയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ചൂടുവെള്ളം മിയോയുടെ മുഖത്തേക്ക് അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ വലിച്ചെറിയാണ്. അവൾ പാവം ഒന്നും തന്നെ പ്രതികരിക്കാതെ ഇരിക്കുന്നു. ഇത് കണ്ട് അവളുടെ സ്റ്റെപ്പ് മദറും ഊറി ചിരിക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ പോലും ഇതിനെതിരെ ഒരു വാക്കും ഇണ്ടാറില്ല. അങ്ങനെ ഇരിക്കെ അച്ഛൻ ഒരു ദിവസം മിയോട്, നിന്റെ സ്റ്റെപ്പ് സിസ്റ്റർക്ക് ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. വാട്ടർ ജനറേഷനിൽ പെട്ട ഒരു പയ്യനുമായി നീ എന്ത് വെച്ചാണേലും നീ അവളുടെ ചേച്ചി എന്നൊരു സ്ഥാനത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നിന്നെ നിർത്തി അവളുടെ വിവാഹം നടത്താൻ പാടായതുകൊണ്ട് നിന്നെ ഫയർ ജനറേഷനിൽ പെട്ട കിയോ എന്ന പയ്യനുമായി വിവാഹം കഴിപ്പിക്കാനായി ഞാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ അതങ്ങനെ വിവാഹം എന്ന രീതിയിൽ നടത്താനൊന്നും സാധിക്കില്ല. നീ അവന്റെ വീട്ടിലേക്ക് ചെന്ന് അവിടെ താമസിച്ച് അവന്റെ ഇഷ്ടം പിടിച്ചു പറ്റണം. ഇൻ കേസ് അവന് നിന്നെ ഇഷ്ടപ്പെട്ടില്ല, വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ടേക്ക് വന്നേക്കരുത്. എങ്ങോട്ടേലും പൊക്കണമെന്നല്ല. അച്ഛൻ അവളെ തലയിൽ ഒരു ബാധ്യത ഒഴിപ്പിക്കാനായി ഇങ്ങനെ വിട്ട് ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ എന്തായാലും ഇവിടെ നിന്ന് കിയോയുടെ അടുത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന സമയത്താണ് സ്റ്റെപ്പ് സിസ്റ്ററിനെ വിവാഹം ചെയ്യാനിരിക്കുന്ന പയ്യനെ അവൾ കാണുന്നത്. അവൻ വളരെ നല്ലൊരാളാണ്. ഞങ്ങളുടെ വിവാഹം ഇങ്ങനെ ഉറപ്പിച്ചത് കൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നമായതല്ലേ എന്ന് അവളുടെ സാഹചര്യം മനസ്സിലാക്കുന്ന അവൻ സംസാരിക്കുമ്പോൾ, ഒരിക്കലും ഇല്ല, എന്റെ സഹോദരി നല്ലൊരു കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കിയോയുടെ അടുത്തേക്ക് യാത്ര പുറപ്പെടുന്നു. അങ്ങനെ അവൾ കിയോയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ പുറം തിരിഞ്ഞിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവനാണ് കിയോ എന്ന് കരുതി അവൾ അവനെ കുമ്പിടുകയും അവളെ ഇൻട്രോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്റെ പേര് മിയോ, ഞാനാണ് നിങ്ങളെ ഡേറ്റ് ചെയ്യാനായി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം ഡേറ്റ് ചെയ്ത് ഇവനെ ഇഷ്ടപ്പെടുത്തിയാലല്ലേ കല്യാണം നടക്കും. അവൻ ആദ്യം കുറെ നേരം ഇവളെ മൈൻഡ് ചെയ്തില്ല. കുറച്ച് സമയത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൾ അപ്പോഴത്തെ പോലെ തന്നെ കുമ്പിട്ടിരിക്കുകയാണ്. എന്തേത്, ഇന്ന് ഫുൾ ഇങ്ങനെ ഇരിക്കാനാണോ പ്ലാൻ എന്ന് ചോദിക്കുന്ന അവൻ അവളോട് ചില കണ്ടീഷൻസ് പറയുന്നു. ഇവിടെ നീ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് അക്ഷരം പ്രതി അനുസരിക്കണം. ചാവാൻ പറഞ്ഞാ പോയി ചാവാൻ പോലും തയ്യാറാവണം. കൂടാതെ എന്നെ കൂടുതൽ ഭരിക്കാനോ എന്റെ അടുത്തേക്ക് അറ്റാച്ച്ഡ് ആവാനോ വരരുത്. അതെനിക്ക് ഇഷ്ടമല്ല എന്നവൻ പറയുമ്പോൾ അതിന്
ഇതിനെല്ലാം അവൾ തലയാട്ടി സമ്മതിക്കുന്നു. കാരണം അവൾക്ക് ഇപ്പൊ വേറെ വഴിയില്ലല്ലോ. സ്വന്തം വീട്ടിൽ നിന്ന് അവളെ ഇങ്ങനെ അടിച്ചിറക്കി വിട്ടില്ലേ. അന്ന് രാത്രി അവിടെ ഉറങ്ങുന്ന അവൾക്ക് അമ്മയെ സ്വപ്നം കാണാൻ പറ്റുന്നു. കുട്ടിയായിരുന്ന മിയോ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന്, അമ്മ ഞാനൊരു യൂസ്ലെസ് അല്ലേ, എനിക്കൊരു പവറും ഇല്ലാത്തത് കൊണ്ടല്ലേ എനിക്കൊരു വിലയില്ലാത്തത് എന്ന് പറഞ്ഞവൾ സങ്കടപ്പെടുമ്പോ, ഒരിക്കലും അല്ല, നീ യൂസ്ലെസ് അല്ല, നിനക്ക് നിന്റേതായ വാല്യൂ ഉണ്ട് എന്നതൊക്കെ പറഞ്ഞ് അമ്മ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം അവൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാനായി നിൽക്കുന്ന സമയത്താണ് അവിടെ കിയോയ്ക്ക് സഹായത്തിനുള്ള സ്ത്രീയെ കാണുന്നത്. ആദ്യം മിയോയെ അറിയാതെ ആരാണ് നീ എന്നെല്ലാം അവർ ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഇദ്ദേഹത്തെ ഡേറ്റ് ചെയ്യാനായി വന്നതാണെന്ന് അവൾ പറയുമ്പോൾ അവർക്ക് വലിയ അത്ഭുതം. കാരണം ഇതിനു മുന്നേയും പല പെൺകുട്ടികൾ കിയോയുടെ മനസ്സ് മാറ്റി അവനെ ഡേറ്റ് ചെയ്ത് വിവാഹത്തിലേക്ക് എത്തിക്കാനായി വന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും തന്നെ വില പോയിട്ടില്ല. അവന്റെ കണ്ടീഷൻസ് കേൾക്കുമ്പോഴേ അവര് ജീവനും കൊണ്ട് ഓടും. ഇപ്പോഴേ ഒരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കുന്നതും കൂടാതെ വന്നിട്ടുള്ള പെൺകുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കിച്ചണിൽ വളരെ കാര്യമായി കുക്ക് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ അവർക്ക് വലിയ അത്ഭുതം. എന്തെങ്കിലും ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ കിയോയെ വാച്ച് ചെയ്യുന്ന ഒരു പക്ഷിയെ നമുക്ക് കാണാം. കിയോ പെട്ടെന്ന് അതിനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അത് ജസ്റ്റ് ഒരു പേപ്പർ കഷ്ണമായി മാറി താഴെ വീഴുന്നു. ഈ ടീം കിയോ അവന്റെ പവർ ലൈറ്റ് ആയി യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് അവന്റെ മുഖത്തിന്റെ ഒരു സൈഡിൽ ഒരു ചെറിയ ചേഞ്ച് നമുക്ക് കാണാം. എന്തായാലും അപ്പോഴേക്കും അവൻ ആ പക്ഷിയിൽ എന്തോ ഒരു വ്യത്യസ്തത തോന്നിയതുകൊണ്ടാണല്ലോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത്. ആ ഒരു പക്ഷി ഇപ്പൊ ഇങ്ങനെ പേപ്പർ കഷ്ണമായി കിടക്കുന്നത് കണ്ട് അവൻ അത് കയ്യിലെടുത്തു വെക്കുന്നു. അപ്പോഴേക്കും മിയോ ഫുഡ് പാചകം ചെയ്തത് സഹായത്തിന് നിൽക്കുന്ന സ്ത്രീ കിയോയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ ആദ്യം അവള് തന്നെ ഭക്ഷണം കഴിക്കട്ടെ എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അത് അങ്ങനെ ശീലമില്ലാത്ത അവൾ ആർക്ക് വേണ്ടിയാണോ കുക്ക് ചെയ്തത് അദ്ദേഹം കഴിക്കണമല്ലോ എന്ന ആ ഒരു മര്യാദയുടെ രീതിയിൽ മടിച്ചു നിൽക്കുമ്പോ, അപ്പോ നീ എന്നെ എന്താ കൊല്ലാൻ വിഷം വല്ലോ ഇത് വെച്ചിട്ടുണ്ടോന്ന് അവളോട് ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അവൾ പെട്ടെന്ന് ഇവനെന്ത് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊന്നും മനസ്സിലാവാതെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ റെഡിയായി നേരെ കിയോ ജോലിക്ക് പോകുന്നത് ഈ ഗ്രേറ്റ് പവർ ജനറേഷനിലെ യങ്സ്റ്റേഴ്സിനെ എല്ലാം ചേർത്ത് ഒരു സൈന്യം രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ നേതൃസ്ഥാനത്താണ് കിയോ വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഇവരെല്ലാവരും രാജാവിന്റെ അണ്ടറിലാണ് വരുന്നത്. എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞ കിയോ അവന്റെ ഉറ്റ സുഹൃത്തുക്കൾ വിൻഡ് പവർ ഉള്ള ഒരാളോട് ആ ഒരു പേപ്പർ കാണിച്ചിട്ട്, ഇത് ശരിക്കും ഒരു പക്ഷിയെ പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നോക്കിയപ്പോ ഒരു പേപ്പർ കഷ്ണമായി മാറി, എന്താ ഇത് എന്ന് അന്വേഷിക്കുന്നു. ഇതേ സമയത്തിൽ നമ്മൾ കണ്ടില്ല, ആ ഒരു ശ്മശാനത്തിൽ ആരോ എന്തോ ഒന്ന് ചെയ്യുമ്പോൾ ആ ഒരു ജഡങ്ങളിൽ നിന്ന് പൂ പോലെ വന്ന് തുടർന്ന് എന്തൊക്കെയോ അതിൽ നിന്ന് പുറത്തു വരുന്നത്. അത് വണ്ട് പോലെയുള്ള എന്തോ ഒരു സാധനമായിരുന്നു. അത് ചില ചെറിയ ചെറിയ വണ്ടുകളായിരുന്നു. നാട് നീളെ ഇത്തരം വണ്ടുകൾ ഇപ്പൊ പറന്നു നടക്കുന്നു. ഇത് എവിടുന്ന് വന്നു എന്ന് അറിയില്ലെന്ന് ഡൗട്ട് തോന്നുന്ന കിയോയുടെ ടീംമേറ്റ്സിലെ ചിലര് ആ വണ്ടുകളെ പിടിച്ച് പരിശോധിക്കുമ്പോൾ അതുങ്ങൾ പെട്ടെന്ന് രൂപം മാറാനായി തുടങ്ങുന്നു. ഉടനെ അവിടെയുള്ളവർ അവരുടെ പവർ ഉപയോഗിച്ച് അതിനെ ഫ്രീസ് ചെയ്യാണ്. നാട് നീളെ പെട്ടെന്നൊരു ദിവസം ഇത്തരം വണ്ടുകൾ വന്നെങ്കിൽ അത് പെട്ടെന്ന് ഇതുപോലെ രൂപം മാറുന്ന ശക്തിയുള്ളവയാണെങ്കിൽ എന്തോ ഒരു കാര്യം അതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ടീമിലെ എല്ലാവരെയും അലർട്ട് ചെയ്ത് എല്ലാ വണ്ടുകളെയും കളക്ട് ചെയ്യണമെന്ന് കിയോ നിർദ്ദേശം കൊടുക്കുന്നു. തുടർന്ന് നടത്തുന്ന അന്വേഷണത്തിൽ ഗ്രേറ്റ് പവർ ജനറേഷനില് ചില ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാതെ മരണപ്പെട്ടവരുടെ ശരീരത്തിൽ അപ്പോഴും അവരുടെ പൂർത്തീകരിക്കാത്ത ആ ഒരു ആഗ്രഹം ഒരു എനർജിയായി സ്റ്റോർ ആയിരിക്കും. ആ ഒരു എനർജി എല്ലാം ഈ ഒരു വണ്ടുകളിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇവ ആ ഒരു ശവപ്പറമ്പിൽ നിന്ന് പുറത്തേക്ക് വന്നതാണെന്ന് മനസ്സിലാവുന്നു. പക്ഷെ എങ്ങനെ അവിടെയുള്ള ആ ഒരു മാജിക്കൽ പവറിനെ മറികടന്ന് അവറ്റകൾക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചു, എങ്ങനെ അത് കഴിഞ്ഞു എന്നതാണ് കിയോയെ അമ്പരപ്പിക്കുന്നത്. എന്തായാലും നടന്ന കാര്യങ്ങളെയും മറിഞ്ഞ കാര്യങ്ങളെയും പറ്റി തന്റെ സീനിയർ ആയ കമാൻഡറിന്റെ അടുത്ത് കിയോ സംസാരിക്കുമ്പോൾ കമാൻഡർ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് സഹായിക്കുന്ന ഇവാൻ എന്ന ഒരാളെ കിയോയ്ക്ക് പരിചയപ്പെടുത്തുന്നു. എന്തായാലും പിന്നീട് ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് കിയോ തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തുമ്പോഴേ രാവിലെ നടന്ന സംഭവത്തിന്റെ പേരിൽ അവനെ സാഷ്ടാംഗം വണങ്ങി മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മിയോ. സത്യത്തിൽ ഇവൾ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അവനോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കേ സോറി എന്നതാണ്. ആ ഒരു സമയത്താണ് അവളുടെ കയ്യിലൊക്കെ ഒരുപാട് മുറിവുകളും തഴമ്പുകളും ഉള്ളത് അവൻ ശ്രദ്ധിക്കുന്നത്. സാധാരണ വലിയ കുടുംബത്തിൽ നിന്ന് വന്ന പെൺകുട്ടികളുടെ കയ്യിലൊന്നും ഇങ്ങനെ പാടില്ലാത്തതാണ് എന്ന് ശ്രദ്ധിക്കുന്ന അവന് ഇവളുടെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു എന്നത് മനസ്സിലാവുന്നു. ശരി, ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാം, എനിക്കിപ്പോ ഒന്ന് കുളിക്കണം, ചൂടുവെള്ളം എനിക്കിപ്പോ ഒന്ന് കുളിക്കണം എന്ന് പറഞ്ഞ് അവൻ എഴുന്നേക്കുമ്പോ, അയ്യോ ഞാൻ ചൂടുവെള്ളം റെഡിയാക്കിയില്ല, സോറി എന്ന് പറഞ്ഞ് അവള് വീണ്ടും ടെൻഷൻ ആവുമ്പോ ഞാനത് റെഡിയാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവൻ അവന്റെ വിരൽ ഞൊടിക്കുമ്പോഴേ തീ വരികയും ആ തീ കൊണ്ട് അവൻ ചൂടുവെള്ളം തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം വളരെ അത്ഭുതത്തോടെ അവള് നോക്കി കാണുമ്പോൾ അവന് ചിരി വരുന്നുണ്ട്. നീ എന്തെങ്കിലൊന്നും കണ്ടിട്ടില്ലേന്ന് അവളുടെ ഇരിപ്പ് കണ്ടവൻ ചോദിക്കുമ്പോൾ, അയ്യോ ഇല്ല സോറി എന്ന് പറഞ്ഞ് അവള് പിന്നെയും മാപ്പ് പറയുമ്പോ, ഓ ഏത് സമയം ഇങ്ങനെ സോറി പറഞ്ഞോണ്ടിരുന്ന പിന്നെ നിന്റെ സോറിക്ക് ഒരു വിലയും ഉണ്ടാവില്ല, അതുകൊണ്ട് ഇനി ഇങ്ങനെ പറയരുതെന്ന് പറയുമ്പോ അപ്പോഴും അയ്യോ സോറി ഇനി ഞാൻ പറയില്ല എന്ന് അവൾ വീണ്ടും പറയുന്നു. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ അടുത്ത ദിവസം തനിക്ക് വേണ്ടി കുക്ക് ചെയ്യണമെന്നും അത് താൻ കഴിക്കുമെന്നും അവൻ അവൾക്ക് വാക്ക് കൊടുക്കുന്നു. കാരണം ഇവൻ നിന്ന് കഴിക്കാതെ പോയത് അവൾക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ട്, അത് ശരിയായില്ല എന്ന്
ആണെന്ന് അവന് തോന്നി. എന്തായാലും അന്നത്തെ ദിവസവും രാത്രി ഉറങ്ങുമ്പോ തനിക്ക് തന്റെ പേരൻസിനെ പോലെ പവർ ഒന്നും ഇല്ലാതെ പോയതും പക്ഷെ തന്റെ സ്റ്റെപ്പ് സിസ്റ്റർക്ക് പവർ ഉള്ളതും അതിന്റെ പേരിൽ താൻ ഒരുപാട് ലൈഫിൽ കഷ്ടപ്പെട്ടതുമെല്ലാം അവൾക്ക് ദുസ്വപ്നമായി വരുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൾ വളരെ കാര്യമായി കുക്ക് ചെയ്യുന്ന ഡിഷ് വളരെ ടേസ്റ്റോടെ ആസ്വദിച്ച് കഴിക്കുന്ന കിയോ അവളെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവൾ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നു. കാരണം ലൈഫിൽ എന്തൊക്കെ നല്ലത് ഇത്രയും നാൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവളെ ആരും കോംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അവൾ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നത് കാണുന്ന അവനും കാര്യം മനസ്സിലാവുന്നു. ഇവൾ എത്ര ഇന്നസെന്റ് ആണ് എന്ന് തോന്നുന്ന അവൻ അവളെ പറ്റി ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത് കൊണ്ട് തന്നെ തന്റെ ഹെൽപ്പറായ സ്ത്രീയോട് ഇവൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ പറ്റി ഒരു ശ്രദ്ധ വേണം, എനിക്കതൊക്കെ അറിയണം എന്ന് പറയുന്നു. ഇതേ ടീം മിയോയുടെ അച്ഛനെ കാണാനായി അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററിനെ വിവാഹം ചെയ്യാനായി ഇരിക്കുന്ന ജാക്കിന്റെ അച്ഛൻ എത്തുന്നു. നാട്ടുനടപ്പ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മൂത്ത മകള് വിവാഹിതയാവാത്തത് കൊണ്ട് ആ കുട്ടിയാണ് നിങ്ങൾ ആദ്യം വിവാഹം കഴിപ്പിക്കേണ്ടത്. അതും ഒരു ആലോചനയായി വന്നപ്പോ ആ പെണ്ണിനെ വേണമായിരുന്നു എന്റെ മകന് നിങ്ങൾ ആലോചിക്കാനായി. പക്ഷെ അവൾക്ക് പവർ ഇല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി നിങ്ങൾ രണ്ടാമത്തെ മകളെ കൊണ്ട് എന്റെ മകനെ വിവാഹം കഴിപ്പിക്കാനായി താല്പര്യപ്പെടുന്നു. പക്ഷെ എനിക്കതെന്തോ ശരിയായി തോന്നുന്നില്ല. ആ കുട്ടിയുടെ അമ്മ സൈമോറി വംശത്തിൽപ്പെട്ടവരല്ലേ. അവർക്ക് എന്ത് പവർ ഉണ്ട് എന്നത് നമുക്ക് അറിയില്ലെങ്കിലും എന്തോ ഒരു പവർ നിഗൂഢമായി അവർ സൂക്ഷിക്കുന്നു എന്നത് സത്യം തന്നെയാണ്. നിങ്ങളുടെ മകൾക്ക് പവർ ഇല്ല എന്ന് തോന്നിയാലും അവൾക്ക് എന്തെങ്കിലും അസാമാന്യ പവർ ഉണ്ടെങ്കിലോ അതുകൊണ്ട് എന്റെ മകനെ അവളുമായി വിവാഹം കഴിപ്പിക്കണം, എങ്കിൽ ആ പവർ എന്റെ ചെറുമകനെങ്കിലും കിട്ടുമല്ലോ എന്ന രീതിയിൽ അയാൾ സംസാരിക്കുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്റെ രണ്ടാമത്തെ മകൾ നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കാനെങ്കിൽ താല്പര്യപ്പെട്ടിരിക്കുക. കൂടാതെ ആ മിയോയെ മറ്റൊരിടത്തേക്ക് വിവാഹത്തിനായി പറഞ്ഞയക്കുകയും ചെയ്തു. ഇനി അത് നടക്കില്ലെന്ന് അയാൾ തീർത്തു പറയുന്നു. അപ്പോഴേക്കും തന്റെ ഉറ്റ സുഹൃത്തിനോടും മിയോയുടെ ഫാമിലിയെ പറ്റി അന്വേഷിക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോ കിയോട് വന്ന് പറയുന്നത് മിയോയുടെ അമ്മ സൈമോറി വംശത്തിൽപ്പെട്ട ഒരാളാണെന്നാണ്. സൈമോറി വംശത്തിന്റെ പ്രത്യേകത അവർക്ക് എന്ത് സൂപ്പർ പവർ ഉണ്ടെന്നത് അങ്ങനെ പബ്ലിക്കായി ആർക്കും തന്നെ അറിയില്ല. പക്ഷെ മറ്റ് ജനറേഷൻസിൽ പെട്ടവർക്ക് എന്ത് പവർ ആണുള്ളതെന്ന് എല്ലാവർക്കും പരസ്പരം അറിയാം. പക്ഷെ ഇവരുടേത് അറിയില്ല. ഇവർ വളരെ രഹസ്യമായി സൈലന്റ് ആയി ജീവിക്കുന്നവരാണ് എന്നിങ്ങനെ അവൻ പറയുമ്പോ എല്ലാവരെയും പറ്റി ഇൻഫർമേഷൻ കളക്ട് ചെയ്യും എന്ന് നമ്മൾ മുന്നേ ഇവാനെ കണ്ടില്ലേ. അവൻ ഇത് കേട്ടെത്തി സൈമോറി വംശത്തെ പറ്റി അവൻ അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു. സൈമോറി വംശത്തിൽപ്പെട്ടവർക്ക് മറ്റുള്ളവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. കൂടാതെ അവർക്ക് അവരുടെ രൂപം ഒരു സ്ഥലത്തിരുത്തിക്കൊണ്ട് അവരുടെ മൈൻഡിനെ ടെലിപ്പോർട്ട് ചെയ്യാനായി സാധിക്കും. അതായത് കാണുമ്പോൾ ഇപ്പം അവർ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നുമെങ്കിലും അവർ അവിടെ ആയിരിക്കില്ല. അവർ അവിടെ ഇരിക്കുന്നത് പോലെ തോന്നിപ്പിച്ച് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാനായി മറ്റെവിടേക്കെങ്കിലും പോകാൻ കഴിവുള്ളവരാണെന്ന് ഇവാൻ പറയുന്നു. ഓ, ഇങ്ങനെയും ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് കിയോ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ പവറുകളെ പറ്റി. എന്തായാലും അവൻ തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവൾ ഇന്ന് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഫുള്ള് വീട്ടുജോലികൾ മാത്രമാണ് ചെയ്തത്. സത്യത്തില നിന്നെ കല്യാണം കഴിക്കാനേ എത്രയോ പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഇവള് വളരെ വ്യത്യസ്തയാണ്, വളരെ നല്ല പെൺകുട്ടിയാണെന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ അതെല്ലാം കിയോ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു. അവൻ അന്ന് നൈറ്റ് മിയോയുടെ അടുത്തേക്ക് ചെന്ന് നാളെ ഞാൻ ടൗണിലേക്ക് പോകുമ്പോൾ എന്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആകെ ടെൻഷൻ ആവുന്നു. കാരണം അവൾ ഇന്ന് വരെ അവളുടെ അച്ഛന്റെ കൂടെ ഒന്നും പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ പുറത്ത് പോയി ബിഹേവ് ചെയ്യണം എന്നതിനെ പറ്റി അറിയാത്ത അവൾ ഒന്ന് മടിക്കുമ്പോൾ അപ്പൊ നിനക്ക് എന്റെ കൂടെ വരാൻ താല്പര്യമില്ലെന്ന് അവൻ ചോദിക്കുന്നു. അയ്യോ അങ്ങനെയല്ല, ഞാൻ വരാമെന്ന് പറയുന്നവൾ അടുത്ത ദിവസം രാവിലെ തന്നെ പുറത്തു പോയി എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരുമോ, ഞാൻ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന അദ്ദേഹത്തിന് നാണക്കേടാവില്ലേ എന്ന് ടെൻഷൻ ആവുമ്പോ സഹായിയായ സ്ത്രീ അവൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. കൂട്ടത്തിൽ അവളെ അണിയിച്ചൊരുക്കുന്നുമുണ്ട്. ആ ഒരു സമയത്ത് അവളുടെ കയ്യിലെ മുറിവുകളൊക്കെ ഇല്ലാത്ത കാര്യം നോട്ടീസ് ചെയ്യുന്ന അവർ നിന്റെ കയ്യിൽ വന്നപ്പോ നല്ല മുറിവുണ്ടായിരുന്നല്ലോ, ഇത്രയും പെട്ടെന്ന് അതെല്ലാം മാറിയോ എന്ന് തിരക്കുമ്പോൾ അത് പിന്നെ അദ്ദേഹത്തിന് കുളിക്കാനായി ചൂടുവെള്ളത്തില് ഞാൻ എന്നും അദ്ദേഹം തന്ന പച്ചമരുന്നുകള് മിക്സ് ചെയ്യാറുണ്ട്. എന്റെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോ എന്റെ കയ്യിലാവാ പറ്റി അങ്ങനെ മാറിയതായിരിക്കാമെന്ന് അവള് പറയുമ്പോ അത് കേൾക്കുന്ന അവർ പൊട്ടിച്ചിരിക്കുന്നു. കിയോയ്ക്ക് അങ്ങനെ പച്ചമരുന്നിൽ കുളിക്കുന്ന ശീലമൊന്നുമില്ല. അവൻ മനഃപൂർവ്വം നിനക്ക് വേണ്ടി തന്നെ നിന്റെ മുറിവുകൾ കണ്ട് ഇൻഡയറക്റ്റ് ആയി നിന്നെ കൊണ്ട് അത് നിന്റെ കയ്യിൽ ആക്കിയതാണെന്ന് പറയുന്ന കൂട്ടത്തിൽ അവൻ നിന്നെ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട്. അവൻ ഇതുപോലെ ആരെയും കെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എന്നവർ പ്രത്യേകം പറയുന്നു. അങ്ങനെ എന്തായാലും അവർ ഒരുക്കി വിട്ടതുകൊണ്ട് നല്ല സുന്ദരിയായിട്ട് ഗ്രൂം ചെയ്താണ് മിയോ പോകുന്നത്. അവളെ ഇങ്ങനെ കാണുമ്പോ കിയോ തന്നെ ഒന്ന് അന്തം വിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഷോപ്പിങ്ങിന് അവളെ കൊണ്ടുപോകുന്ന ടീം അവൾ ഒരു ഡ്രസ്സ് തന്നെ പ്രത്യേകം നോക്കിയിരിക്കുന്നത് കണ്ടവൻ കാര്യം തിരക്കുമ്പോ എന്റെ അമ്മയ്ക്കും ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. സത്യത്തിൽ അമ്മയെ പറ്റി എനിക്ക് വളരെ കുറച്ച് ഓർമ്മകളേ ഉള്ളൂ. അതിൽ ഈ ഒരു ഡ്രസ്സ് എനിക്ക് വല്ലാണ്ട് ഓർമ്മയുണ്ടെന്ന് അവൾ ഇങ്ങനെ പറയുന്നു. എന്തായാലും അന്ന് വേറെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കിയോയുടെ അമ്മയെ പറ്റി മിയോ തിരക്കുമ്പോ എന്റെ അമ്മ എപ്പോഴും ജോലിയുടെ ഒക്കെ തിരക്കിലായിരുന്നു. എന്നെ കൂടുതലും വളർത്തിയത് ഇപ്പൊ എന്റെ കൂടെ സഹായത്തിന് നിൽക്കുന്ന ഈ സ്ത്രീയാണെന്ന് കിയോ പറയുമ്പോ അപ്പൊ നിങ്ങളും എന്നെ പോലെയല്ലേ, അമ്മയെ പറ്റി വളരെ കുറച്ച് ഓർമ്മകളേ ഉള്ളൂ അല്ലേന്ന് അവൾ ചോദിക്കുന്നു. എന്തായാലും അന്ന് വളരെ കാര്യമായി അവർ രണ്ടുപേരും ഏറെ സംസാരിച്ചിരിക്കുകയും ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവരിങ്ങനെ ഒന്നിച്ച് സംസാരിച്ചു പോകുന്നതൊക്കെ ഇവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ ടീം ആ ടൗണിലുള്ള ഗ്രേറ്റ് പവർ ജനറേഷനിൽ പെട്ട ഒരുപാട് ആളുകളുണ്ടല്ലോ. സാധാരണ മനുഷ്യരും അവിടെ ഉണ്ടെങ്കിലും ഇത്തരം ആളുകൾക്കൊക്കെ പെട്ടെന്ന് വല്ലാത്ത ചുമയൊക്കെ വരുന്നുണ്ട്. അതൊരു പക്ഷേ ആ സ്പർശാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട വണ്ടുകളുടെ എഫക്റ്റ് ആയിരിക്കാം. എന്തായാലും അങ്ങനെ ഇരിക്കെയാണ് രാജാവ് കിയോയെ കാണാനായി വിളിപ്പിക്കുന്നത്. രാജാവ് എന്ന് പറഞ്ഞാൽ പുള്ളി തീരെ വയ്യാതെ വയസ്സായി കിടപ്പായിരിക്കുന്ന ഒരാളാണ്.
രാജാവിന് ഫ്യൂച്ചർ പവറാണുള്ളത്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രവചിക്കാനായി ആകും. അദ്ദേഹത്തിന്റെ മകനായ രാജകുമാരനും അതേ പവർ തന്നെയാണ് ഉള്ളതെങ്കിലും ആൾക്കത് അത്ര ഡെവലപ്ഡ് ആയിട്ടില്ല. ഈ രാജകുമാരന്റെ ഉറ്റ സുഹൃത്തും കൂടിയാണ് കിയോ. എന്തേലും അപ്പോഴേക്കും സഹായിയായ സ്ത്രീയുടെ കൂടെ പുറത്ത് ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നു മിയോ. അവളെ ഒരു റോഡ് സൈഡിൽ നിർത്തിയിട്ട് അവർ കടയിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ തന്റെ സ്റ്റെപ്പ് സിസ്റ്ററിനെയും അവളെ വിവാഹം ചെയ്യാൻ പോകുന്ന ജാക്കിനെയും മിയോ കാണുന്നത്. മിയോയെ കണ്ടപാടെ, ഓ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? നിന്നെ വളരെ ക്രൂരനായ ഫയർ ജനറേഷനിൽപ്പെട്ട ഒരുത്തനെ മനഃപൂർവ്വം പിടിച്ചു കൊടുത്തതാ. കാരണം അവനെ കല്യാണം കഴിക്കാനായി പറഞ്ഞ് ചെന്ന പെൺകുട്ടികൾ ഒന്നും തന്നെ ഇന്ന് നല്ല രീതിയിലില്ല. അവരൊക്കെ അവന്റെ ടോർച്ചർ പേടിച്ച് ഓടിപ്പോയിട്ടേ ഉള്ളൂ. നീ ഇപ്പൊ തെരുവ് തണ്ടി നടക്കായിരിക്കല്ലേ? എന്തായാലും അധികം വൈകാതെ നിന്റെ കഥ കഴിയുന്നെല്ലാം പറഞ്ഞ് സ്റ്റെപ്പ് സിസ്റ്റർ സംസാരിക്കുമ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത ജാക്ക് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് ഇതെല്ലാം കേട്ട് പെട്ടെന്ന് വല്ലാതെ പേടിയും കരച്ചിലും പാനിക് അറ്റാക്കും ഒക്കെ വരുന്ന മിയോ വീഴാനായി പോകുമ്പോ ഇവാൻ അവളെ താങ്ങി പിടിച്ചിരുത്തുന്നു. ആ സമയത്ത് സഹായിയായ ആ സ്ത്രീ എത്തുന്നതും സഹായിച്ച ഇവാനോട് നന്ദി പറയുന്നു. പക്ഷെ അടുത്ത നിമിഷം ഇവാൻ പെട്ടെന്ന് എങ്ങോട്ടൊന്നില്ലാതെ മറിഞ്ഞു പോവാണ്. അപ്പോഴേക്കും മിയോയെ വിവാഹം കഴിക്കാനായി തീരുമാനിച്ച കിയോ അവളുടെ അച്ഛനെ ചെന്ന് കണ്ട് വിവാഹത്തിന് തനിക്ക് സമ്മതമാണ്, പക്ഷെ അതിനു മുന്നേ ഒരു കണ്ടീഷൻ. അവളെ നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അതിന്റെ പേരിൽ നിങ്ങൾ അവളോട് മാപ്പ് പറയണമെന്ന് ഒരു താക്കീത് കൊടുക്കുമ്പോ ഇവർക്ക് അത് കലിപ്പാവുന്നു. പക്ഷേ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫയർ ജനറേഷനിൽ നിന്ന് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു വിവാഹബന്ധവും പോസിബിൾ ആവില്ല എന്ന് താക്കീത് കൊടുത്ത് കിയോ പോകാൻ നിൽക്കുമ്പോൾ അവൻ ആ ഒരു ജനറേഷനിൽ തന്നെ വളരെ പവർഫുൾ ആയ ഒരാളാണെന്ന് അറിയാവുന്ന ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ ആവുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് സിസ്റ്ററിന്റെയും ജാക്കിന്റെയും വരവ്. കിയോയെ കണ്ടപാടെ ഇവൻ ആള് നല്ല സുന്ദരനാണല്ലോ, ആരെ ഇവനെന്ന് അവൾ അന്തം വിടുന്നു. ചോദിക്കുമ്പോ ഇത് മിയോയുടെ ഭാവി വരനാണെന്നും കൂടി അറിയുമ്പോ അവൾക്ക് ഓ എന്ത് സുന്ദരനാ, അവൾക്ക് ഇത്രയും നല്ല ഒരാളെയോ എനിക്ക് കിട്ടിയേക്കുന്ന കണ്ടില്ലേ, എന്തിനു കൊള്ളാന്നുള്ള ഒരു ഭാവത്തില് അവൾ നിൽക്കാണ്. പാവം ജാക്ക് അവനുമായിട്ട് എൻഗേജ്മെന്റ് നടത്തിയ പെൺകുട്ടി അവന്റെ മുന്നിൽ തന്നെ മറ്റൊരാളെ വായി നോക്കി നിൽക്കുമ്പോ അവൻ അത് നോക്കി നിൽക്കാണ്. അന്ന് രാത്രി ഉറക്കത്തിൽ മിയോ സ്വപ്നം കണ്ട് കരയുന്നത് കിയോ കേൾക്കുന്നുണ്ട്. അവൾ സ്വപ്നം കാണുന്നത് അവളുടെ അമ്മയുടെ മരണശേഷം അവളെ നോക്കാനായി ഉണ്ടായിരുന്ന അമ്മയുടെ സഹായിയായ സ്ത്രീ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോ സ്റ്റെപ്പ് മദർ അവരിൽ നിന്ന് വേർപെടുത്തി അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് അവളെ ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ അടച്ചു ഉപദ്രവിക്കാറുണ്ടായിരുന്നതാണ്. അവളെ പഠിക്കാൻ വിടുകയോ സാധാരണ കുട്ടികളെ പോലെ കളിക്കാൻ വിടുകയോ യാതൊരുവിധ സ്നേഹം അവൾക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത ദിവസം മിയോയ്ക്ക് ഒരു സർപ്രൈസ് ആയി കുട്ടിക്കാലത്ത് അവളെ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു സ്ത്രീ എത്തുന്നു. അവരിപ്പോ അവളെ കാണുമ്പോ നിന്റെ സ്റ്റെപ്പ് മദറിന്റെ ഭീഷണി കാരണം എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു, പക്ഷെ എനിക്കതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് മിയോ വിവാഹിതയാവാൻ പോകുന്നു എന്നറിഞ്ഞ് താൻ വളരെ ഹാപ്പിയാണ് എന്നും കൂടി പറയുമ്പോ അദ്ദേഹത്തിന് ചേർന്ന ഒരു പെൺകുട്ടിയെ അല്ല ഞാൻ, എനിക്ക് യാതൊരുവിധ സ്പെഷ്യൽ പവറും ഇല്ല എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുകയാണ്. അവൾ അങ്ങനെ കരയുന്ന സമയത്താണ് നിന്നെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ നീ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി എന്നെ നിന്റെ മുന്നിൽ നിമിഷത്തിനുള്ളിൽ അദ്ദേഹം കൊണ്ടു നിർത്തിയത്, അതുകൊണ്ട് നീ അദ്ദേഹത്തിന് ചേർന്ന ഒരു പെൺകുട്ടിയല്ല എന്ന് വിചാരിക്കേണ്ടെന്നെല്ലാം അവർ പറയുമ്പോഴാണ് ആ ഒരു കാര്യം മിയോ അറിയുന്നത്. അവൾ വേഗം തന്നെ കിയോയുടെ അടുത്തേക്ക് ചെന്ന് തന്റെ മനസ്സ് മനസ്സിലാക്കി തന്നെ സന്തോഷിപ്പിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. പക്ഷെ പവറില്ലാത്ത താൻ കിയോയുടെ വൈഫ് ആവാൻ യോഗ്യത ഇല്ലാത്തവളാണെന്ന് പറഞ്ഞ് അവൾ അപ്പോഴും സങ്കടപ്പെടുമ്പോൾ വേണമെങ്കിൽ അങ്ങ് പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് പോകാനും ചാവാനും ഒക്കെ തയ്യാറാണെന്ന് അവൾ സങ്കടപ്പെടാണ്. പക്ഷെ അതിനു മുന്നേ അവന് സമ്മാനമായി അവൾ കൈകൊണ്ട് തന്നെ തുന്നിയെടുത്ത ഒരു ഹെയർ ബാൻഡ് നൽകുന്നുണ്ട്. അത് കാണുന്ന അവൻ എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ ഒരുപാട് സമ്മതമാണ്, നിനക്ക് പവർ ഉണ്ടോ ഇല്ലയോ എന്നത് എന്നെ സംബന്ധിച്ച ഒരു കാര്യമേ അല്ല എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് തന്നെ അത് തലയിൽ കെട്ടിക്കുന്നു. സത്യത്തിൽ അവൾ ഇപ്പോഴാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്ന് പറയാം. കാരണം അവളെ മനസ്സിലാക്കി അവളെ ചേർത്ത് നിർത്തുന്ന ഒരാളെ അവൾക്കൊടുക്കം കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുമ്പോഴാണ് മറ്റേ ആ വണ്ടിന്റെ എഫക്റ്റില് ഒരുപാട് പവറുള്ള ആളുകൾക്ക് വയ്യാഴിക വരുന്നത്. കുറെ പേർ മരിക്കുന്നുണ്ട്, ചിലരൊക്കെ അതുമൂലം കണ്ണിനൊക്കെ ഇൻഫെക്ഷൻ ബാധിച്ചതുപോലെ ആകെപ്പാടെ വയ്യാത്തൊരു കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു അവസ്ഥയിലേക്കും പോകുന്നു. ഈ അസുഖം ബാധിച്ചവരെയെല്ലാം ഒരേ സ്ഥലത്ത് പാർപ്പിക്കാനായി കിയോ നിർദ്ദേശം കൊടുക്കുന്നു. കാരണം ഇത് ഇവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുമോ എന്നതൊന്നും ഇപ്പൊ കൃത്യമായി അറിയാത്തതുകൊണ്ട്. അങ്ങനെ എന്തായാലും മിയോയുടെയും കിയോയുടെയും ഇടയിൽ നല്ലൊരു പ്രണയം മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അവൾക്ക് സമ്മാനമായി അവൾക്ക് അന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ട അമ്മയ്ക്കുണ്ടായിരുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സും ഒപ്പം ഒരു ചീപ്പും കൊടുക്കുന്നു. ചീപ്പ് ഇങ്ങനെ ഒരു ആൺകുട്ടി പെൺകുട്ടിക്ക് കൊടുത്താൽ അതിന്റെ അർത്ഥം അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു എന്നാണ്. അവൾ വളരെ എക്സൈറ്റഡ് ആയി അവൻ കൊടുത്ത ഡ്രസ്സ് ട്രയൽ ചെയ്യാനായി പോകുന്നുണ്ട്. പക്ഷെ കുറെ നേരമായും അത് ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞ മിയോയെ കാണാതെ സഹായത്തിന് നിൽക്കുന്ന സ്ത്രീ അവിടെയെല്ലാം നോക്കുമ്പോഴാണ് അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നത് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും കിയോയെ കാണാനായി ജാക്ക് എത്തുന്നു. സ്റ്റെപ്പ് സിസ്റ്ററുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന പയ്യൻ. അവൻ ഇപ്പോ വന്ന് പറയുന്നത് സ്റ്റെപ്പ് സിസ്റ്റർക്ക് കിയോയെ കണ്ടപാടെ അവനോടാണ് താല്പര്യമെന്നും അതുകൊണ്ട് താനുമായുള്ള എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തുമെന്നുമാണ്. തന്റെ അച്ഛനും താൻ മിയോയെ വിവാഹം ചെയ്യുന്നതിനോടാണ് താല്പര്യം. കാരണം അവൾ സിമോറി വംശത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് പവർ ഒന്നും ഇല്ലെങ്കിലും അവൾക്ക് ഉണ്ടാവുന്ന കുട്ടിക്ക് ആ പവർ കിട്ടാൻ
കിട്ടാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് ആ കുട്ടി എന്റെ അച്ഛന്റെ പേരമകനാകണമെന്ന് ആഗ്രഹിച്ച അച്ഛൻ എന്നെയും അവളെയും കല്യാണം കഴിപ്പിക്കാനായി ഇരിക്കുക. അങ്ങനെ എന്റെ ഫാമിലിയും മിയോയുടെ ഫാദറും സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് മദറും കൂടി ചേർന്ന് ഇപ്പോ നിങ്ങളെയും മിയോയെയും പിരിക്കാനായുള്ള പ്ലാനിങ്ങിലാണെന്ന് പറയുന്നു. പറഞ്ഞതുപോലെ തന്നെ സ്റ്റെപ്പ് മദറൊക്കെയാണ് മിയോയെ തട്ടിക്കൊണ്ടുവന്നത്. അവളെ ഉപദ്രവിക്കുന്നവർ നിന്റെ അമ്മ ചത്തതിനു ശേഷമാ ഞാൻ സമാധാനത്തിൽ ജീവിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ നീയും എന്റെ മകളുടെ സ്വൈരിക്കേടായിട്ട് ജീവനോടെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ച് അവളെ ഇട്ട് ഉപദ്രവിക്കുകയാണ്. സ്റ്റെപ്പ് സിസ്റ്റർ ആകട്ടെ കിയോയെ തനിക്ക് ഇഷ്ടപ്പെട്ടെന്നും അവനെ നീ കല്യാണം കഴിക്കാൻ സമ്മതമല്ലാന്ന് അവനോട് പറഞ്ഞ് നീ ജാക്കിനെ കല്യാണം കഴിക്കുക, എനിക്ക് കിയോയെ വേണമെന്നെല്ലാം പറയുമ്പോൾ ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുകയായിരുന്നു മിയോ. അതിന്റെ പേരിൽ അവൾക്ക് ശരിക്കും അടിയൊക്കെ കൊള്ളുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും അവിടേക്ക് കിയോ വരുന്നു. അവിടെ ഇവരെ വേർപെടുത്തുന്നതിൽ സപ്പോർട്ട് ചെയ്ത് ജാക്കിന്റെ കുടുംബമുണ്ട്, ഒപ്പം തന്നെ മിയോയുടെ ഫാമിലി ഉണ്ട്. അവരെല്ലാം അവിടേക്ക് എത്തുന്ന കിയോയുമായി ഫൈറ്റ് ചെയ്യുന്നു. എല്ലാവരും പവർ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്താകട്ടെ ഞാൻ മരിച്ചാലും അതിന് ഞാൻ സമ്മതിക്കില്ല, വേണമെങ്കിൽ എന്നെ കൊന്നിട്ട് നീ അദ്ദേഹത്തെ സ്വന്തമാക്കിക്കൊള്ളാനായി മിയോ പറയുമ്പോൾ അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായി സ്റ്റെപ്പ് സിസ്റ്റർ ഒരുങ്ങുന്ന സമയത്താണ് അവിടേക്ക് കിയോയുടെ എൻട്രി. അവശയായി കിടക്കുന്ന മിയോയെ എടുക്കുന്നത് കണ്ട് സ്റ്റെപ്പ് സിസ്റ്റർ അവൾക്ക് യാതൊരു പവറില്ല, അവൾ വെറും യൂസ്ലെസ്സാ, എന്നെ കല്യാണം കഴിച്ചോ എന്ന് പറയുമ്പോ ആകാശം ഇടിഞ്ഞു വീണാലും നിന്നെ പോലെ ഒരുത്തിയെ എനിക്ക് വേണ്ട. ഒരാളുടെ പവർ എന്നത് അവരുടെ മനസ്സിന്റെ ശുദ്ധിയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നീയാണ് യൂസ്ലെസ് എന്ന് പറഞ്ഞ് അവൻ മിയോയെ കൂട്ടിക്കൊണ്ട് പോകുന്നത് സ്റ്റെപ്പ് സിസ്റ്റർക്ക് വലിയ ഷോക്കായിരുന്നു. അങ്ങനെ തിരിച്ച് കിയോയുടെ താമസ സ്ഥലത്തേക്ക് മിയോ വരുന്നു. അടുത്ത ദിവസമാകട്ടെ അവിടേക്ക് എത്തുന്ന ഇവാൻ കിയോയോട് ഒരു കാര്യം പറയാണ്. മിയോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ദുസ്വപ്നങ്ങൾ വരുന്നത് നിനക്കറിയാമല്ലോ, എത്രയും പെട്ടെന്ന് അത് മാറ്റിയില്ലെങ്കിൽ അത് അവളെ തന്നെ ഇല്ലാണ്ടാക്കും. അവളുടെ ഉള്ളിലെ പവറുകൾ അതുമൂലം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കാതെ അവളായിട്ട് ഇഞ്ചിഞ്ചായി ഇല്ലാണ്ടാവുന്നതായിരിക്കും എന്ന് പറയുന്നവൻ ആ ഒരു പവറുകൾ റെഡിയാക്കാനായി സൈമോറി വംശത്തിൽപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കൂ. ആ ഒരു ദുസ്വപ്നം ഇല്ലാതാക്കാനായി സൈമോറി വംശത്തിൽപ്പെട്ടവർക്കേ സാധിക്കൂ. ഞാനും സൈമോറി വംശത്തിലെ പെട്ട ഒരാളാണ്. അതുകൊണ്ട് മിയോയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനായി പറഞ്ഞ് ഇവാൻ പോകുമ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഒരു പേപ്പർ കിളിയെ നമ്മൾ കണ്ടിരുന്നല്ലോ, അത് കിയോയുടെ അടുത്ത് മിയോ വന്നുപെട്ട ശേഷം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാനായി ഇവാൻ ചെയ്ത ഒരു കാര്യമായിരുന്നു എന്ന്. അങ്ങോട്ടേക്ക് മിയോയെ കിയോ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോൾ അറിയുന്നത് സൈമോറി വംശത്തിൽപ്പെട്ട ആളുകൾക്ക് സാധാരണ ഉള്ള പവർ അല്ല മിയോയ്ക്കും അവളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. അവർ സംതിങ് സ്പെഷ്യൽ ആണ്. പക്ഷെ അവൾക്കിപ്പോ വരുന്ന ഈ ദുസ്വപ്നങ്ങൾ മാറ്റിയില്ലെങ്കിൽ അത് അവൾക്ക് തന്നെ വളരെ അപകടമാണ്. പക്ഷെ അത് മാറ്റി കൊടുക്കണമെങ്കിൽ അത്തരം സ്പെഷ്യൽ പവറുള്ള ഒരാളെ ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ കൊണ്ടല്ലാതെ മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ഇവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഫയർ ഗ്രൂപ്പിൽപ്പെട്ട കിയോ മിയോയെ വിവാഹം ചെയ്യില്ലെന്ന് വാക്കുകൊടുത്താൽ സുഖം ചികിത്സിക്കാമെന്ന് അവർ പറയുമ്പോൾ മിയോ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ജീവനാണ് വലുത് എന്ന് തോന്നുന്ന കിയോ ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കണമെന്ന കണ്ടീഷൻ നമുക്കിടയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നീ ഇപ്പോ ഇതിന് താല്പര്യപ്പെട്ടേ സാധിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. കിയോ മനസ്സോടെ പോയ ശേഷം മിയോയെ തന്റെ അടുത്തേക്ക് വശീകരിക്കാനായി ഇവാൻ അവളുമായി സംസാരിച്ചിരിക്കുന്നു. അപ്പോഴേക്കും കിയോ തിരിച്ചെത്തുമ്പോൾ കാണുന്നത് ആ വണ്ട് മൂലം അസുഖം ബാധിച്ച് ഒരുപാട് പേർ സോംബി കടക്ക് മാറിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സൈന്യത്തിൽപ്പെട്ട ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഇൻഫെക്റ്റഡ് ആവാത്ത ആളുകളെ ആക്രമിക്കാൻ നോക്കി ആകെ മൊത്തം അവിടെ വലിയ കോലാഹലം നടക്കുന്നതാണ്. ഈ ഒരു സമയത്താണ് മിയോ ഒരു കാര്യം അറിയുന്നത്. അവൾക്ക് സൈമോറി വംശത്തിൽപ്പെട്ട മറ്റുള്ളവരെക്കാൾ സ്പെഷ്യൽ പവേഴ്സ് ഉണ്ടല്ലോ, അത് അവളുടെ അമ്മയ്ക്കുമുണ്ട്. ഈ പവർ വെച്ച് അവർക്ക് ആയിരക്കണക്കിന് ആളുകളുടെ മൈൻഡ് അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാനായി സാധിക്കും. പക്ഷെ ആ പവർ അവൾക്കുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ നാളെ അവളെ ആളുകൾ മിസ്യൂസ് ചെയ്യും. അത് അവൾക്ക് ആപത്തായി വരുമെന്ന പേടിയിലാണ് അമ്മ അവളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് അവൾക്ക് പവർ ഇല്ലാത്ത രീതിയിൽ ആക്കിയെടുത്തത്. പക്ഷെ ഫ്യൂച്ചർ പ്രെഡിക്ട് ചെയ്യാൻ കഴിവുള്ള രാജാവിന് ഇവൾക്ക് ഈ പവറുള്ള കാര്യം അറിയാം. ഇത്രയും പവറുള്ള ഇവളും ഓൾറെഡി വളരെ ധീരനും എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളുമായ കിയോയും ഒന്നിച്ചാൽ ഒരുപക്ഷെ അവൻ വലിയൊരാളായി ഈ രാജ്യഭരണം തന്നെ കൈക്കലാക്കാൻ ചാൻസ് ഉണ്ട്. തുടർന്ന് തന്റെ വംശത്തിൽപ്പെട്ടവർക്ക് തന്റെ തലമുറയ്ക്ക് ഒക്കെ ഇത് നഷ്ടപ്പെടും എന്ന് തോന്നുന്ന രാജാവ് പ്ലാൻ ചെയ്താണ് കിയോ വളർത്തിക്കൊണ്ടുവന്ന് അവന്റെ കീഴിലുള്ള ആ ഒരു സൈന്യത്തെ തന്നെ നശിപ്പിക്കാനും നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് കിയോയില് പ്രഷറൈസ് ചെയ്യാനുമായി, ഒപ്പം അവനെ കൊണ്ട് തന്നെ മിയോയെ ഇവിടേക്ക് കൊണ്ടുവന്നാക്കുന്ന രീതിയിൽ അവരെ വേർപെടുത്താനും ഒക്കെയായി ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത്. അതിനായി ഇവാനും രാജാവിന്റെ കൂടെ കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി മിയോ കിയോയുടെ അടുത്തേക്ക് പോവാനായി ഒരുങ്ങുമ്പോൾ അത് ഇവാൻ തടയുന്നുണ്ടെങ്കിലും അവൻ അവളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ സോംബി കണക്ക് മാറി ആക്രമണം നടത്തുന്ന ആളുകളുമായി ഫൈറ്റ് ചെയ്യുന്ന കിയോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ അവരെ അവളുടെ പവർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നു. തുടർന്ന് അവരെല്ലാം അതിൽ നിന്ന് മുക്തരായി നോർമൽ ആവുന്ന സമയം ഇവിടെ കാര്യങ്ങൾ ശാന്തമായെങ്കിലും അപ്പോഴേക്കും രാജാവിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി രാജാവിനെയും സൈമോറി വംശത്തിൽപ്പെട്ട ഇവാനൊക്കെ തന്നെയാണ് കൊലപ്പെടുത്തുന്നത്. കാരണം ഇവരുമായി ചേർന്നാണ് രാജാവ് ആ ഒരു വണ്ടുകൾ മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതിയിൽ സാഹചര്യം ഉണ്ടാക്കിയത്. തുടർന്ന് അത് പുറത്തറിയാതിരിക്കാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇവർ ചെയ്യുന്നത്. ഒപ്പം തന്നെ അത്ര പവർഫുൾ ആയ മിയോയെ മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാതെ അത് തടയണമെന്ന ലക്ഷ്യവും ഇവർക്കുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും നടന്നതേയില്ല. ഇവരുടെ പദ്ധതി
എല്ലാം പാളിപ്പോയി. അങ്ങനെ ഇപ്പൊ നമ്മൾ കാണുമ്പോ വലിയൊരു പ്രശ്നം അവസാനിച്ച ആ ഒരു സമാധാനത്തിലായിരുന്നു കിയോ. അവൻ മിയോയുടെ അടുത്തേക്ക് ചെന്ന് അവനെ സഹായിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ അവനെ വിവാഹം കഴിക്കാനായും അവൻ അവളോട് ആവശ്യപ്പെടുന്നു. അവൻ പറഞ്ഞ മരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള അവൾ തീർച്ചയായും വിവാഹത്തിന് 100 വട്ടം സമ്മതം അറിയിക്കുകയാണ്. അങ്ങനെ പല ശക്തികൾ വിചാരിച്ചിട്ട് പോലും ഇവരെ വേർപെടുത്താൻ സാധിക്കാതെ അവരിവിടെ ഒന്നാവുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.